അതെന്താ ഇതെന്താ പക്കല്ല ചക്ക ചിക്കല്ല ചക്ക 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 ആ ചിക്കല്ല ചക്ക വേണോ ചക്ക വേണോ ചക്ക കഴിഞ്ഞ പ്രാവശ്യം ചക്കയും മാങ്ങയൊക്കെ നന്നായി കഴിച്ചോണ്ടാ തോന്നുന്നു. ഇപ്രാവശ്യം തീരെ കുറവാണ് കേട്ടോ. വീട്ടിലധികം മാങ്ങയാണെങ്കിലും ചക്കയാണെങ്കിലും അധികം ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായതാണെന്ന് വെച്ചെങ്കിൽ നമുക്കിങ്ങനെ പൊട്ടിക്കാനുള്ള മൂപ്പായിട്ടുമില്ല. ഇതിപ്പോൾ ചക്ക അമ്മയ്ക്ക് പാപ്പൻ്റെ അവിടെ നിന്ന് കൊടുത്തപ്പോൾ അമ്മ കൊടുത്തതാണ് കേട്ടോ ചക്ക. ചക്കയിലാണെങ്കിൽ മഴ പെയ്തിട്ടാ തോന്നുന്നു ചെറുതായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നല്ല മധുരം ഉണ്ടാവാറുള്ള ചക്കയാണിത്. അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയതിൽ കുറച്ച് മധുരം കുറവാണ്. അപ്പോൾ ഈ ചക്കയിൽ വെള്ളം ഇറങ്ങിയ കാരണം എനിക്ക് സിയമോൾക്കൊക്കെ കൊടുക്കാൻ ചെറിയൊരു പേടിയും വയറിന് വല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാലോ വെച്ചിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതായിട്ട് പലഹാരം എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇത് പിന്നെ പിറ്റേ ദിവസം കാലത്താണ് കേട്ടോ. കാലത്ത് എണീറ്റിട്ട് ഞാൻ ആദ്യം തന്നെ ചോറാണ് വെക്കുന്നത്. ആരിന് സ്കൂളിൽ പോകണമല്ലോ. അപ്പോൾ ഞാൻ വേഗം ചോറ് വെക്കുകയാണ് കേട്ടോ. പിന്നെ വെള്ളം പിടിച്ച് വെച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുടമൊക്കെ കഴുകിയിട്ട് അതിലൊക്കെ വെള്ളം പിടിച്ച് വെക്കുകയാണ്. ഇങ്ങനെ വെള്ളം പിടിച്ച് വയ്ക്കുക, ടാങ്കിലേക്ക് വെള്ളം അടിക്കുക, അതൊക്കെ ഞാൻ ഈ തലേ ദിവസം വൈകിട്ട് ചെയ്ത് വെക്കുന്ന പരിപാടികളാണ് കേട്ടോ. ചില ദിവസം എനിക്കൊരു മടി തോന്നും, അപ്പോൾ ഞാൻ ചെയ്യില്ല. അപ്പോൾ പിന്നെ രാവിലെ നമുക്ക് എല്ലാം കൂടി ചെയ്യാനുള്ള പണി കിട്ടുകയും ചെയ്യും. ഞാൻ തലേ ദിവസം രാത്രി പച്ചരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൽ തേങ്ങയും പിന്നെ കുറച്ച് പെരിഞ്ചീരകമല്ല സാദാ ജീരകം അതൊക്കെ ഇട്ടിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ അതേ ചോറ് തിളച്ചപ്പോൾ ഞാനത് തെർമലിൽ കൊടുന്നിട്ട് വെക്കുകയാണ്. ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 7 മണിക്കൊക്കെ ഇട്ടിട്ടുണ്ട് വെച്ചെങ്കിൽ ആരും പോകുമ്പോഴേക്കും കറക്റ്റ് ചോറ് വേവാവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കുറച്ച് വേവ് കുറവുള്ള അരിയാണ് വാങ്ങിയിട്ടുള്ളത്. പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ വേവ് പെട്ടെന്ന് വേവുള്ള അരിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് ആവുന്നുണ്ട്. പിന്നെ അതേ ഞാൻ അരച്ചിട്ട് അതിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണമല്ലോ ഇങ്ങനെ പച്ചരിയായിട്ട് ഇങ്ങനത്തെ ദോശ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പരിപ്പ് കഴുകിയെടുക്കുകയാണ്. എനിക്കിങ്ങനെ പാത്രമൊക്കെ കഴുകിയിട്ടുണ്ട് വെച്ചെങ്കിൽ കൈമ വെള്ളമാവുമല്ലോ. അപ്പോൾ ആ കൈമ വെള്ളമായി അത് അപ്പോൾ തന്നെ തുടച്ച് കളയണം കേട്ടോ. അതിന് തന്നെ കുറേ നേരം പോകും. വെള്ളമാവുക, തുടയ്ക്കുക, പിന്നെയും വെള്ളമാവും, പിന്നെയും തുടയ്ക്കും. അങ്ങനെ ആകുമ്പോൾ ഞാൻ പിന്നെ പരിപ്പ് വെച്ചിട്ട് അതിലേക്ക് തന്നെ ഒപ്പം തന്നെ ഞാൻ കഷ്ണങ്ങളൊക്കെ ഇടുകയാണ് കേട്ടോ. അന്ന് കുറച്ച് നേരം വൈകിയിട്ടുണ്ട്. അപ്പം ഈ പരിപ്പ് വേവിച്ച് പിന്നെ വേറെ കഷ്ണങ്ങൾ വേവിച്ച് അങ്ങനെ സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം കൂടിയിട്ട് ഒപ്പം തന്നെ ഇടുക കേട്ടോ. പിന്നെ അതേ ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട്. ആരും ഇപ്പോൾ കുളി കഴിഞ്ഞിട്ട് വരും. അപ്പോഴേക്കും ആരിന് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ദോശയൊക്കെ ഉണ്ടാക്കി വെക്കുക കേട്ടോ. പരിപ്പ് ഇതാ 2 വിസിലൊക്കെ വന്നപ്പോൾ ഞാൻ അതിൻ്റെ ആവിയൊക്കെ കളഞ്ഞിട്ട് തുറന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങും അധികം കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഉരുളക്കിഴങ്ങും ഉള്ളിയും തക്കാളി പിന്നെ ഇനിയിപ്പോൾ മുരിങ്ങക്കായ ഇടും. മുരിങ്ങക്കായ അതിൻ്റെ കൂടെ വേവിച്ചിട്ട് വെച്ചെങ്കിൽ പിന്നെ ആകെ വെന്ത് ഉടഞ്ഞു പോവില്ല. അതുകൊണ്ട് ഞാൻ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴാട്ടോ മുരിങ്ങക്കായ ഇടുന്നത്. ഉരുളക്കിഴങ്ങൊക്കെ കറക്റ്റ് വേവായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ശേഷമാണ് പുളിയൊക്കെ ഒഴിച്ചിട്ട് ഇനിയിപ്പോൾ പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഞാനിങ്ങനെ കറക്റ്റ് ഒരു വിസിൽ എന്നിട്ട് ഞാൻ ആ വിസിൽ കളയുകയും ചെയ്യും കേട്ടോ. അപ്പോഴത്തേക്കും ഞാനിത് അതിലേക്കുള്ള പൊടിയൊക്കെ ഞാൻ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇന്നിപ്പോൾ സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് കേട്ടോ സാമ്പാർ പൊടി കഴിഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കണത്. അപ്പോൾ ഞാൻ വീട്ടിലുള്ള മുളക് പൊടി അങ്ങനത്തെ പൊടികളൊക്കെ ഇട്ടിട്ട് തന്നെയാണ് വെക്കുന്നത്. അധികം സാമ്പാർ പൊടി ഇട്ട് വെച്ചിട്ട് തന്നെ എനിക്ക് ഇങ്ങനെ കറി വെക്കുമ്പോൾ അത്ര കണ്ട് പിടുത്തില്ല കേട്ടോ. പക്ഷേ ഞാൻ കറി വെച്ച് വന്നപ്പോൾ കറി നന്നായിട്ടുണ്ടായിരുന്നു. സാമ്പാറിൻ്റെ ഒരു മണവും ഗുണമൊക്കെ എന്തായാലും ഉണ്ടായിരുന്നു സാമ്പാറിന്. ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ അത് ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞു. ആര്യന് ഇതിൻ്റെ ഇടയിൽ ഞാൻ ദോശ എടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. കറി പൊടികളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഞാൻ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം ഞാനത് വറവിട്ടെടുക്കുകയാണ്. വറവിടുമ്പോൾ സാധാരണ കടുക് പിന്നെ ഞാൻ ഉലുവ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ലേശം ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ. പിന്നെ കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ അത് സാമ്പാർ കുറച്ച് കട്ടി കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുക്കറൊന്ന് ഇങ്ങനെ കഴുകിയെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ആര്യന് പോകാനുള്ള സമയമായപ്പോൾ അമ്മ വന്നിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ വേഗം വായോ എന്ന് പറയുന്നത്. കുറച്ച് നേരം വൈകിയിട്ടുണ്ട് പോകുമ്പോൾ. പിന്നെ കടയിൽ നിന്ന് അവന് സ്നാക്സ് എന്തെങ്കിലും വാങ്ങണം. സ്നാക്സൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അവരൊക്കെ പോയതിൻ്റെ ശേഷം ഞാനിത് അവിടെയൊക്കെ കിച്ചണ് ഒക്കെ ഒന്ന് സോപ്പിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. സോപ്പിട്ടിട്ട് ഞാനിങ്ങനെ എന്നും ക്ലീൻ ചെയ്യാറൊന്നുമില്ല. ഇടയ്ക്കൊക്കെ തോന്നുമ്പോഴാണ് ക്ലീൻ ചെയ്യാറ്. അപ്പോൾ ഇന്നിങ്ങനെ തോന്നിയപ്പോൾ ഞാനത് ഫുൾ അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ സോപ്പൊക്കെ ഇട്ടിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് വെച്ചെങ്കിൽ നല്ല വൃത്തിയാവും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നല്ല ക്ലീനായിട്ട് കിടക്കും ചെയ്യും. ഗ്ലാസ് അല്ലേ, അപ്പോൾ നല്ല ഇങ്ങനെ ക്ലീനായിട്ട് കിടക്കും. എണ്ണമായ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ചിക്കൻ കഴിച്ചിട്ട് കുറേ ദിവസമായ പോലെ തോന്നിയിട്ടാണ്. അപ്പോൾ ഞാൻ വൈകിട്ട് പോയിട്ട് ചിക്കൻ വാങ്ങിക്കൊണ്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ അത് വറുക്കാൻ വെച്ചിരിക്കുന്നത് ഞങ്ങൾക്കുള്ളതാണ്. സീമോൾക്കുള്ളത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ചേച്ചി വിളിച്ചിട്ട് തെയ്യമുണ്ട്, സെൻറ്ററിൽ നിന്ന് തെയ്യം പൂരത്തിന് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അത് കാണാൻ പോയതിലേക്ക് തെയ്യത്തിനെക്കാട്ടിലും ഇഷ്ടപ്പെട്ടത് അവിടെ ഒരു ഇലക്ട്രിക് ഫാൻ ഉണ്ടായിരുന്നു.
നല്ല രസമുണ്ട്. ഫുള്ള് ലൈറ്റിങ്ങും ഇതൊക്കെ ആയിട്ട് കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനത്തെ കാണുന്നത്. അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടമായി കണ്ടപ്പോൾ. പിന്നെ തെയ്യം രസമുണ്ടായിരുന്നു, അതും അങ്ങനെ കുറച്ച് നേരം കണ്ടിരുന്ന്. ആനേനെ കാണാൻ നല്ല രസമില്ലേ? ആനേനെ ഉരുട്ടിക്കൊണ്ടുപോവുകയാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ നാല് ചക്ര, എത്ര ചക്രമെന്ന് അറിയില്ല, 4 ചക്രം ഇങ്ങനെ കാണാണ്ട് അതിൻ്റെ കാലിൻ്റെ ഭാഗത്തായിട്ട്. അപ്പോൾ അവരതിനെ ഉന്തിക്കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പൂരപ്പറമ്പിലേക്ക് അമ്പലത്തിൻ്റെ അവിടേക്കൊന്നും പോയില്ല. ഞങ്ങൾ പിന്നെ ഇത് കണ്ട് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. പോയി വന്നതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ട്, വളരെ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ആ ചിക്കൻ എടുത്തിട്ട് ഞാൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാലത്ത് പുട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ അതിലേക്ക് ചിക്കൻ കറി ഉണ്ടാവുമല്ലോ. അപ്പോൾ കാലത്ത് പണി എളുപ്പമല്ലേ, പുട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി, പലഹാരം മാത്രം എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ ചിക്കൻ കുക്കറിൽ വേഗം കറി വെക്കുകയാണ് കേട്ടോ. സമയം 8:30 ആയിട്ടുണ്ട്. അപ്പോൾ കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് ആവും ചെയ്യുമല്ലോ. ആര്യനോട് വീഡിയോ എടുത്തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആര്യനാണ് കേട്ടോ വീഡിയോ എടുത്തിരുന്നത്. പിന്നെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ചിക്കനും കൂടിയും ബാക്കി വറുക്കാണ്ടായിരുന്നു. വറുക്കണേൻ്റെ ഇടയിലാണല്ലോ ഇത് കാണാൻ പോയത്. അപ്പോൾ അതും കൂടി ഞാൻ വറുത്തെടുക്കുകയാണ് കേട്ടോ.